എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നതും ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ചില്ലി ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇവിടെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് പൊടികളും സോയാ സോസൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതാണ്. അത് നമ്മൾ ഇനിയും ചിക്കൻ തയ്യാറാക്കുമ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിനെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി ഇടാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റിഷ് കളറിൽ കിട്ടും. മുളക് പൊടി ഇടുമ്പോൾ കുറച്ചും കൂടിയും ഒരു റെഡിഷ് കളറിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു ചെറിയ മുട്ട ഇടാണ്ട് നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പക്ഷെ മുട്ട ഇടുമ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനിയും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊന്ന് മാറ്റി. ചില്ലി ചിക്കൻ്റെ ആ ചിക്കൻ അരമണിക്കൂറോളമായി നമ്മൾ ഇതൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനപ്പോൾ അതിനെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലിൽ തന്നെ നമുക്കിതിനെ ചെയ്തെടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതിനെ കുറച്ചിട്ടിട്ട് ഇത് ഞാൻ 1/2 കിലോ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഒരുമിച്ച് ഇട്ട് കൊടുത്ത് വറക്കരുത്, എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയാവും. അപ്പോൾ 2 പാർട്ടായിട്ട് വറുത്തെടുത്തോളൂ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് അതേ ഓയിലിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ ഞാൻ എടുത്തേക്കാണ്. ബാക്കി ഓയിൽ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ എന്താ പറയുക ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് ഒരുപാട് കളറൊന്നും മാറണ്ട. അതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിനെയും ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് ഇങ്ങനെ വാടി ഇതായൊന്നും വേണ്ട. അതിനകത്തേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ ഒണിയൻ, ക്യാപ്സിക്കം, ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1/2 മീഡിയം ഒണിയനും 1 ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ഗ്രീൻ ചില്ലി. എരിവില്ലാത്ത ഗ്രീൻ ചില്ലി ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഒരു 1/4 കപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഓണിയനും ക്യാപ്സിക്കം ഒന്ന് പതുക്കെ വാടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ വിനെഗർ സോസുകളെല്ലാം ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, സോസിലൊക്കെ ധാരാളം ഉപ്പുള്ളതാണ്. 1 ടീസ്പൂൺ പഞ്ചസാര. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും.
ഈ വെള്ളത്തിൽ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം. അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ട പോലെ കിടക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ചില്ലി ചിക്കൻ നന്നായിട്ട് എന്താ പറയുക, ഒരു കൊഴുത്തൊരു ഗ്രേവി ആയിട്ട് വരിക. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളൊരു കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിനെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുള്ളൊരു വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അതല്ല ഈ ഒരു രീതിയിൽ മതി എന്നുള്ളവർക്ക് ഈ 1 കപ്പ് വാട്ടർ തന്നെ ഇതിന് ധാരാളമായിരിക്കും. പിന്നെ ഇതൊന്നും കൂടി ഇരുന്ന് കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ട് ഇറക്കി വയ്ക്കാം. അങ്ങനിത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാരണം ഇത് ഇടുന്ന സമയത്ത് എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാം ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സാധനങ്ങളും നമ്മളുടെ അടുത്ത് അളവിന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം. കാരണം അത് ഓരോന്നോരോന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് ഇടുമ്പോഴും അത് കറക്റ്റ് അളവിന് എടുത്ത് സൈഡിൽ വയ്ക്കുക, പെട്ടെന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ കൂടെ ഈ ചില്ലി ചിക്കനും തയ്യാറാക്കി കഴിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.